കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അതിരൂപതയിലെ മണിക്കടവ് എന്നൊരു ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ മുക്തിശ്രീ എന്ന ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു വാർഷിക ആഘോഷം നടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഈ മുക്തിശ്രീ, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്താണ് ഇതുകൊണ്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഇത് തീർച്ചയായിട്ടും ഇതൊരു വലിയ സുവിശേഷ പ്രഘോഷണം കൂടിയായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. അത്ര പ്രാധാന്യമുള്ള സമ്മേളനമാണ്. ഇപ്പോൾ മണിക്കടവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ നമ്മളോട് ചേരുകയാണ്. ഗുഡ്നസ് ടിവിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗ്? ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഞങ്ങളിവിടെ നടക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ മദ്യപാനം നിർത്തിയിട്ട് വന്നവരെ പിന്നീട് മദ്യപാനത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും വൈകുന്നേരം ചെറിയ സമയം മീറ്റിംഗായി കൂടുകയും ഞങ്ങളുടെ അനുഭവങ്ങൾ, ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം ഞങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ശക്തി. കാരണം അതിലൂടെ ഞങ്ങൾക്കുള്ള വിഷമങ്ങൾ പങ്കുവയ്ക്കുകയും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അവരെ പിന്നീട് വിപത്തിലേക്ക് പോകാതെ അവരെ സുരക്ഷിതമായി ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ഞങ്ങളുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതുപോലെ മദ്യത്തിലേക്ക് പോകുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് മനസ്സാണെങ്കിൽ അവരെയും കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി മദ്യപാനത്തിൽ വിമുക്തരാക്കി അവരെ ഞങ്ങൾ തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ഗ്രൂപ്പിൽ എത്ര കുടുംബങ്ങളുണ്ട്? ഇപ്പോൾ ഞങ്ങൾ 34 കുടുംബങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും നിങ്ങൾ കൂട്ടായ്മ ഉണ്ട് അല്ലേ? എല്ലാ ആഴ്ചയിലും എന്ത് കാരണമുണ്ട്, ഈസ്റ്റർ എന്നോ വിഷു എന്നോ അങ്ങനെ യാതൊരു വ്യത്യാസമില്ല. എന്ത് വന്നാലും ഞായറാഴ്ച 4 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് നടന്നിരിക്കും. മറ്റ് യാതൊരു വ്യത്യാസവും അതിനകത്തില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളറിയാം, ഈ മദ്യത്തിൻ്റെ ദുരന്തത്തിൽ നിന്നും ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലൊരു വ്യക്തി മോചനം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പറഞ്ഞു വിടുകയല്ല, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാ ആഴ്ചയിലും അവരുടെ കൂട്ടായ്മകൾ നടത്തുകയാണ്. അപ്പോൾ പരസ്പരം അവർ പങ്കുവയ്ക്കുന്നു, അവരുടെ ദുഃഖങ്ങൾ അവർ പങ്കുവയ്ക്കുന്നു, വേദനകൾ പങ്കുവയ്ക്കുന്നു, പരസ്പരം അവരെ സഹായിക്കുന്നു. അവർക്ക് ഈ തീരുമാനത്തിൽ, മദ്യം ഉപയോഗിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു സപ്പോർട്ട് ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ കുടുംബത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നത്, ഒരു മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞറിഞ്ഞാൽ ആ കുടുംബത്തിൽ പോവുകയും അവരുടെ ഭാര്യയും മക്കളുമായിട്ട് സംസാരിക്കുകയും അവർക്കും സമ്മതമാണെങ്കിൽ ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഡി അഡിക്ഷൻ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട്, ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് മുക്തി ഡി അഡിക്ഷൻ സെൻ്റർ നടവയിലായിട്ടാണ്. ഞാൻ അവിടെ പോയി വേണം മദ്യപാനം നിർത്തിയത്. ഞങ്ങളുള്ളതിൽ 34 കുടുംബത്തിൽ ഏകദേശം 29 കുടുംബവും അവിടെ പോയി മദ്യപാനം നിർത്തിയാണ്. എന്നാൽ അതിൽ കൂടുതൽ 29 കുടുംബവും മുക്തി പോയിട്ട് വന്നവരാണ്. മുക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വാർഷികവും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ ആഘോഷിക്കുന്ന വാർഷികവും അതുപോലെ തന്നെ കൂട്ടായ്മകളുടെ വാർഷികവും ഒരുപാട് സന്തോഷം നൽകുന്നതായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം മുക്തിയുടെ 20ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ആ വാർഷികത്തിൽ ഏകദേശം 1200 കുടുംബങ്ങൾ വന്ന് പങ്കെടുത്തു. മുക്തിയിൽ സൗഖ്യ ജീവിതത്തിൽ, മുക്തിയുടെ പ്രവർത്തനത്തിൽ സൗഖ്യ ജീവിതത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഒരിക്കൽ കൂടി കാണുവാനും അതിൻ്റെ ചെറിയ ചെറിയ പോഷക സംഘടനകളായി വിവിധ ഇടങ്ങളിലുള്ളതായ മീറ്റിങ്ങുകളിലൂടെ അനേക ആളുകൾ ഈ സൗഖ്യ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ മുക്തിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ മുക്തിയുടേതായ രീതിയിലുള്ളതായ യാത്രകൾ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ 29 കുടുംബങ്ങൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഇപ്പോൾ ചേർന്നു അല്ലേ? ഇതൊരു വലിയ ഒരു കൂട്ടായ്മ തന്നെയാണ്. കാരണം 29 കുടുംബങ്ങൾ നിങ്ങളുടെ കൂട്ടായ്മയിൽ എങ്ങനെ കുടുംബം ഒരുമിച്ചാണ്? അതെ, ഞങ്ങൾ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ നിയമം. പിന്നെ ചില സാങ്കേതിക തടസ്സം കൊണ്ട് രണ്ടുപേരും ചില സമയത്ത് ഭാര്യമാർ വരാൻ പറ്റാതെ പോകും. അല്ലാത്ത ദിവസങ്ങളിൽ ഭാര്യമാരും മക്കളും എല്ലാം ഒന്നിച്ച് വരണം എന്നാണ് ഞങ്ങളുടെ നിയമം. ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണല്ലേ ഈ ഒരു മദ്യപാനത്തിൽ നിന്നും ഒരു സഹോദരനെ, കുടുംബനാഥനെ ഒന്ന് കരകയറ്റുവാൻ വേണ്ടിയിട്ട് ആ കുടുംബം ഒരുമിച്ച്, ജീവിത പങ്കാളി മക്കളും ഒരുമിച്ച് ആ ഞായറാഴ്ചയിലെ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മളോട് ചേരുന്നത് മുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ വയനാട് എൻ്റെ ഡയറക്ടറാണ് നമ്മളോട് ചേരുക. അച്ഛാ, ഗുഡ്നസ് ടിവിയിലേക്ക് സ്വാഗതം. ഇവിടെ വലിയ മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്താണ് വെച്ചാൽ ഈ മുക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് എന്ന് അച്ഛൻ ഒന്ന് പറയാമോ? 2000-2003 കാലഘട്ടങ്ങളിൽ വയനാട്ടിൽ വർദ്ധിച്ചു വന്നതായ ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം അനേക ആളുകൾ ആത്മഹത്യ ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൻ്റെ ഒരു വലിയ നേതൃത്വമായിരുന്നു, അല്ലെങ്കിൽ മാർത്തോമാ സഭയുടെ ഒരു വലിയ താല്പര്യമായിരുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു.
അത് കൂടുതൽ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ലഹരിയുടെ അമിതമായ ഉപയോഗമാണ് ഈ ആത്മഹത്യയുടെ പ്രധാന കാരണം എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ ഒരു മുക്തി ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന സ്ഥാപനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 302 ക്യാമ്പുകളിലായി 9200ഓളം കുടുംബങ്ങൾക്ക് സൗഖ്യം നൽകുന്നതിന് അല്ലെങ്കിൽ അവർക്ക് ചികിത്സ നൽകുന്നതിന് ഈ സ്ഥാപനത്തിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു വരുന്നു. നമ്മളത് കൂടാതെ തന്നെ ആ ഒരു ചികിത്സ നൽകിയതിന് ശേഷം അവിടെ വെച്ച് നിർത്തുകയല്ല, അവർക്കുള്ള ആവശ്യമായ ഫോളോ അപ്പും വിവിധ മേഖലകളിൽ നമ്മുടെ പ്രവർത്തകരായിട്ടുള്ളവരെ കണ്ടെത്തി അതിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ആവശ്യമായ മീറ്റിങ്ങുകളിലൂടെ ഈ ഒരു നിലനിൽപ്പ് സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്. മദ്യപാനം നിർത്തിയവരും അതുപോലെ നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടായ്മയാണ് അത്. അവർ ഓരോ ആഴ്ചകളിലും അത് ഓരോ ദിവസങ്ങളിലായിരിക്കും ഓരോ മേഖലകളിൽ അവർക്ക് ഒരുമിച്ച് കൂടി വന്ന അവരൊരു സാക്ഷ്യത്തിലൂടെ ഒരു പരസ്പര സപ്പോർട്ടോടുകൂടി പിൻബലത്തിൽ നിൽക്കുന്നതായ ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. എത്ര കുടുംബങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്? നമ്മളിപ്പോൾ 302 ക്യാമ്പുകളിലായി 9200ഓളം കുടുംബങ്ങൾ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛാ, ഇതൊരു വലിയ സംരംഭം തന്നെയാണ്. ഒരു 9000-ലധികം കുടുംബങ്ങൾ ഇങ്ങനെ മദ്യത്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി തയ്യാറാകുകയും അവരെ ചേർത്ത് നിർത്തുകയും വീണ്ടും അവർക്ക് ഫോളോ അപ്പ് ചെയ്യും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? ഇപ്പം 8 വർഷങ്ങളൊക്കെ ആയി, 8 വർഷത്തിലധികമായവരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സംവിധാനം, അത് വളരെ പ്രശംസനീയമാണ്. ഇപ്പോൾ ഒത്തിരി സന്തോഷം. ഏതായാലും ഇത് തുടർന്ന് പോകാനും ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചുരുങ്ങി നിൽക്കേണ്ടതല്ല. ഇത് നമ്മുടെ കേരള സഭയിൽ ഈ ഒരു കൂട്ടായ്മ ആഞ്ഞടിക്കട്ടെ, എല്ലാ ഇടങ്ങളിലും ഇതുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അച്ഛൻ്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ മദ്യപാനത്തിൻ്റെ ആ വലിയ തിന്മയിൽ നിന്നും രക്ഷ നേടി ആ ഒരു സന്തോഷം കുടുംബം ഇന്ന് അനുഭവിക്കുകയാണ്. എൻ്റെ പേര് ബിനു. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവകൃപയാലും ഏടെ കൂട്ടായ്മയിലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. മദ്യം കഴിഞ്ഞിട്ട് 2694 ദിവസമായി. ഇത്രയും നാളായിട്ട് എന്ന് പറഞ്ഞാൽ 8 വർഷത്തോളമായി ഞാൻ ഈ മദ്യപാനം എന്ന ഇത് നിർത്തിയിട്ട്. എൻ്റെ ലഹരിയുടെ പുറത്ത് ഞാൻ ഒത്തിരി അനുഭവങ്ങളും ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മദ്യപാനം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലേറിയ മദ്യപാനമായിരുന്നു. പണിയെടുത്താൽ പൈസ ഉണ്ടാവുകയില്ല, കുടുംബത്തേക്കുള്ള സാധ്യതകൾ കുറവായിരുന്നു. എൻ്റെ ഭാര്യയാണേലും മക്കളായാലും ഒത്തിരി ദുരിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് എൻ്റെ മദ്യപാനത്തിൻ്റെ ഈ ദുശീലം കൊണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 8 വർഷത്തെ കാലം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു വില ഉണ്ടാക്കി തീരുകയും, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിലുള്ള അമ്മയ്ക്കും ബന്ധുമിത്രാദികൾക്കുമാണ്. ആ ബന്ധുമിത്രാദികളെല്ലാം എന്നെ പുറന്തള്ളിയ ഒരു ദിവസമായിരുന്നു ഈ മുമ്പോട്ടുള്ള 8 വർഷക്കാലം മുമ്പ്. എന്നാൽ ഇന്ന് ഞാൻ നല്ല സൗഖ്യത്തോടെ ജീവിക്കുകയും നല്ല ഒരു മനുഷ്യൻ്റെ സമൂഹത്തിലും വിലയുണ്ടായി തീരുവാനും നാടിന് നല്ലൊരു നന്മയായി മാറുവാനും എന്നെ കൊണ്ട് സാധിച്ചു. ഒത്തിരി സന്തോഷം ബിജു. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷകരമായ പ്രേക്ഷകരെ, ഇതാണ് ഒരു ദുശ്ശീലമുണ്ടായിരുന്നു, പക്ഷെ അതിൽ നിന്നും പിടിച്ച് കയറി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം അന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുടുംബം അനുഭവിച്ച വേദനകളൊക്കെ ഇന്ന് വളരെ കൃത്യയോടെ തിരിച്ചറിയുകയാണ്. ബിജുവിൻ്റെ ജീവിത പങ്കാളി ഉണ്ട്. പേര് എന്താണെന്ന് പറയാമോ? ജിഷ, എന്ത് പറയുന്നു? ഇപ്പം ജീവിത പങ്കാളി ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു അനുഭവവും ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യങ്ങളും ഒന്ന് പറയാമോ കുടുംബശ്രീക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലായിരുന്നു. വീടൊക്കെ ആയി സന്തോഷമായി ജീവിക്കുന്നു. മക്കൾക്ക് സന്തോഷം, എല്ലാം സമാധാനം. അപ്പൊ നേരത്തെ കല്യാണം കഴിച്ച് പറഞ്ഞ മദ്യപാനമായിരുന്ന സമയത്ത് വഴിയിൽ കിടന്ന സമയത്ത് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, വീടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ മദ്യപാനം നിർത്തിയതിനു ശേഷമാണ് ഇപ്പൊ വീടുണ്ടായിരുന്നത്. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവരവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മദ്യപിച്ച് നടന്ന സമയത്ത് അന്നുണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം മദ്യപാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. കുടുംബത്തിലാകെ അസ്വസ്ഥയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വളരെ പ്രതീക്ഷയോടെ കടന്നു വന്നു. പക്ഷേ ആ ഒരു തുടർന്ന് വന്ന
സാഹചര്യങ്ങൾ, വഴിയിൽ പോലും കിടക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം. എന്നാൽ 8.5 വർഷമായി ബിനു ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ജീവിത പങ്കാളിയുടെ ശക്തമായ ഒരു സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് എത്താനിടയാകട്ടെ. കുടുംബം ഒരുമിച്ച് ഇപ്പം മദ്യപാനം നിർത്തിയതോടുകൂടി 8.5 വർഷത്തെ മദ്യപാനം നിർത്തിയതോടെ ഒരു വീട് സ്വന്തമായി ഉണ്ടായി. തീർച്ചയായിട്ടും ഇത് വളരെ അനുകരണീയമാണ്. ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇതാ നമ്മളോട് വീണ്ടും ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി മറ്റൊരു കുടുംബവും കൂടി നമ്മളോട് കൂടെയുണ്ട്. എൻ്റെ പേര് സജി. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവകൃപയാലും കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. വളരെ സന്തോഷകരമായിട്ട് പോകുന്നു. 6 വർഷക്കാലം മദ്യപാനം നിർത്തിയതിൻ്റേതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തുണ്ട്. എൻ്റെ മകളാണെങ്കിൽ അവൾ ഇന്ന് +1 പഠിക്കുന്നത്. ഞാൻ മദ്യപാനം നിർത്തിയതിന് ശേഷം തന്നെയാണ് എൻ്റെ മൂത്ത കുട്ടി ശരിക്ക് മലയാളാക്ഷരം തന്നെ കൂട്ടി വായിച്ച് പഠിക്കാൻ വേണ്ടി വരെ അവൾക്ക് സാധിച്ചത്. അത്രമാത്രം വിഷമം എൻ്റെ മക്കൾക്ക് ഞാൻ മൂലം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്കാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ചെയ്തികളായിരുന്നു എൻ്റേത്. ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് എന്ത് കാര്യത്തിലാണെങ്കിലും മക്കൾക്ക് ഇന്ന് ഞാനില്ലാണ്ട് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഞാനെന്ന് വെച്ചാൽ മക്കൾ മരിക്കും. അതുപോലെ പിള്ളേർക്ക് ഇന്ന് തന്നെ അത്രമാത്രം കാര്യമാണ്. ഇവൾക്കാണ് എൻ്റെ ജീവിത പങ്കാളിക്കാണെങ്കിലും ഇപ്പോൾ എൻ്റെ കൂടെ വരുന്നതിനോ യാതൊരു നാണക്കേടുകളോ, അന്നൊക്കെ ഞാൻ അവളുടെ കൂടെ പോകുമ്പം ചില നേരത്തെ നമുക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. ഈ മദ്യപിച്ച് ഓരോ ഫംഗ്ഷനൊക്കെ പോകുമ്പം നമ്മൾ വെള്ളം അടിച്ചിട്ട് കിടന്ന് അലമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൾക്കുണ്ടാകുന്നൊരു നാണക്കേട് അത് ആർക്കും ഉണ്ടാകുന്നതാണ്. ഇന്ന് വളരെ സന്തോഷമാണ്. ഇന്ന് ഞാൻ അവരുടെ കൂടെ ചെന്നില്ലെങ്കിൽ മാത്രമേ അവർക്കൊരു വിഷമമുള്ളൂ. അതുപോലെ സന്തോഷത്തിലാണ് ഇന്ന് ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നത്. സ്നേഹമുള്ളവരെ, സജി ഇപ്പോൾ പങ്കുവെച്ചതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പോയിന്റ് ഉള്ളതാണ്. കുട്ടികൾ പഠിക്കുന്നവരായിരുന്നു. പക്ഷേ മദ്യപാന സമയത്ത് കുട്ടിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷമാണ് കുട്ടി മലയാളം കൂട്ടി വായിക്കുവാൻ പോലും പഠിക്കുവാൻ വേണ്ടി സാധിച്ചതെന്ന് പറയുമ്പോൾ ഗുഡ്നസ് ടിവിയുടെ എല്ലാ ശ്രോതാക്കളും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു കുടുംബനാഥൻ കുടുംബത്തിൽ മദ്യപിക്കുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വേദന. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, മുമ്പ് എൻ്റെ കൂട്ടത്തിൽ വരുവാൻ എൻ്റെ മക്കളോ എൻ്റെ ജീവിത പങ്കാളിയോ സന്മനസ് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് പോകാൻ വേണ്ടി തയ്യാറാകുന്നു. നമുക്ക് സജിയുടെ ജീവിത പങ്കാളി നമ്മളോട് ചേരുന്നുണ്ട്. ഇപ്പോൾ സജിയുടെ ആ സാഹചര്യങ്ങളൊന്ന് ഓർത്തെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇപ്പം സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇപ്പം വലിയ കാര്യമാണ്. നേരത്തെ ഒന്നും കള്ളു കുടിച്ചിട്ട് വരുന്ന ദിവസം താമസിച്ച് വരുമ്പോൾ എനിക്കറിയാം കള്ളു കുടിക്കുമെന്ന്. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം പിള്ളേർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും വിഷമമൊക്കെ പിള്ളേർക്ക് ഇഷ്ടമില്ലായിരുന്നു, വിഷമമായിരുന്നു. ഇപ്പം പിള്ളേർക്ക് കാണാതിരിക്കത്തില്ല. ഇപ്പം പിള്ളേർക്ക് വലിയ സന്തോഷമാണ്. പിള്ളേരാണ് ഇപ്പം നല്ലപോലെ പഠിക്കുന്നുണ്ട്. മൂത്ത മോൾക്ക് ചേട്ടായി പറഞ്ഞ പോലെ തന്നെ മലയാളം ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല. ചേട്ടായി കൂടി നിർത്തി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കള്ളുകൂടി നിർത്തി. 10ാം ക്ലാസ്സിലാണെങ്കിലും നല്ല മാർക്ക് വാങ്ങി അവൾ പാസ്സായി. അതെല്ലാം ഈ കള്ളുകൂടി നിർത്തിയതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി സന്തോഷ സമാധാനം എല്ലാം ഉണ്ട്. സ്നേഹമുള്ളവരെ, ഇതിൽ കൂടുതൽ സന്തോഷമുള്ള നിമിഷങ്ങൾ എന്താണുള്ളത്? കാരണം ജീവിത പങ്കാളി മദ്യപാനം നിർത്തിയതോടുകൂടെ ആ കുടുംബത്തിൽ വളരെ സന്തോഷം അനുഭവിക്കുകയും നേരത്തെ വീട്ടിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വരാൻ താമസിക്കുമ്പോൾ അവർ വിഷമിക്കുകയാണ്, വരുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ആരെങ്കിലും ഈ മദ്യപാനത്തിൻ്റെ അടിമയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടേതായ മക്കളുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് ഒരുപക്ഷെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ മദ്യപാനം നിർത്തി വരുമ്പോൾ ഈ സഹോദരങ്ങളുടെ ആ പങ്കുവെക്കലിലൂടെ ഇതൊരു വലിയ സന്ദേശമാണ്. ചിലരും വിചാരിക്കാറുണ്ട്, ഞാൻ വല്ലപ്പോഴും അല്ലേ മദ്യപിക്കുന്നുള്ളൂ, അങ്ങനെ തുടർശീലമില്ലല്ലോ എന്ന്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ മദ്യപിച്ച് വരുമ്പോൾ നമ്മുടെ സുബോധം നഷ്ടപ്പെടുകയാണ്. നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മളെ സ്നേഹിക്കേണ്ടവർ, നമ്മുടെ അടുത്തേക്ക് ഓടി വരേണ്ടവർ നമ്മളെ പേടിക്കുകയും നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആരെങ്കിലുമൊക്കെ മദ്യപിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആ മദ്യപാനത്തിൻ്റെ ദുരിതത്തിൽ നിന്നും പിന്തിരിയുവാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ പങ്കുവെച്ച മറ്റൊരു കാര്യം ഇതാണ്, ഇവർ മദ്യപാനം നിർത്തിയതിന് ശേഷം ഒരു കൂട്ടായ്മയിൽ നിരന്തരം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ഇവരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നു. അതാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ, അല്ലേ? കരുതൽ എന്ന് പറഞ്ഞ കൂട്ടായ്മ. ഇവർക്കൊരു കരുതൽ, ആ കൂട്ടായ്മയുടെ പേരതാണ്. ആ കരുതൽ ഇവർക്ക് ഉണ്ട്. ഇവർ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാ ഇടവകകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.